Hi all, welcome to CUET PG 2024 PYQ discussion part 2. Okay, നമ്മൾ around 6-7 questions last part discuss ചെയ്തിരുന്നു. അതിന്റെ continuation ആണ്. Again, CUET PG 2024 psychology paper ആണ് നമ്മൾ discuss ചെയ്യുന്നത്. So we'll continue. Okay, sorry, 9 questions നമ്മൾ last discuss ചെയ്തിരുന്നു കേട്ടോ. We are beginning with 10th question. An action potential is accompanied by ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂറോണിന്റെ ആക്ടിവിറ്റി, ഒരു ന്യൂറോൺ ആക്റ്റീവ് ആവുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ തന്നെ അതിന്റെ ഒരു സെല്ലിന്റെ ഇന്റീരിയറിനെ നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രേ മാറ്റർ ടു വൈറ്റ് മാറ്റർ ടു ഗ്രേ മാറ്റർ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ബിക്കോസ് അത് ബ്രെയിൻ റിലേറ്റഡ് ആണ്. 3 and 4 നമുക്ക് വേഗം എലിമിനേറ്റ് ചെയ്യാം. പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് സെൽഫ് ഇന്റീരിയർ ബിക്കമിങ് പോസിറ്റീവ്, സെൽഫ് ഇന്റീരിയർ ബിക്കമിങ് നെഗറ്റീവ് എന്താണെന്നുള്ളതാണ്. സോ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് ഒരു സെല്ലിന്റെ ഇന്റീരിയറിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളത്. ഓക്കെ, കൃത്യമായ ഒരു ഡെഫിനിഷൻ ബൈ വേർഡ് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങളൊന്ന് നോക്കുക. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഒന്ന് നോക്കുക കേട്ടോ. പൊട്ടാസ്യം ആൻഡ് സോഡിയം ഇസ് റിലേറ്റഡ് വിത്ത് ഇറ്റ്. സോ ഏതാണ് ഉള്ളിലേക്ക്, പൊട്ടാസ്യം ആണോ സോഡിയം ആണോ ഇൻഫ്ലോ ചെയ്യുന്നത്, ഔട്ട്ഫ്ലോ ഏതാണ്, അത് കൃത്യമായി നോക്കുക. അതുപോലെ റെസ്റ്റിംഗ് പൊസിഷനിൽ -70 ആണ്, -70 MV ആണ്, അതെല്ലാം നിങ്ങൾ നോക്കുക. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓക്കെ, 4 സ്റ്റേജസ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ, ഹൈപ്പോപോളറൈസേഷൻ, റെസ്റ്റിംഗ് പൊസിഷൻ. ഓക്കെ, ഇതാണ് കേട്ടോ 4 സ്റ്റേജസ് ആയിട്ട് വരിക. ഇതും വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ഒരു കുറച്ച് വായിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക കേട്ടോ. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഇസ് സെൽഫ് ഇന്റീരിയർ ബിക്കമിങ് പോസിറ്റീവ്. യു ആർ വാക്കിംഗ് ത്രൂ എ ഫോറസ്റ്റ് ആൻഡ് എ ബെയർ ജംപ്സ് ഔട്ട് അറ്റ് യു. The nervous system that is immediately called into play is ഗ്ലയൽ സിസ്റ്റം. ഒരു നെർവസ് സിസ്റ്റം അല്ല, സോ അതിനെ നമുക്ക് വേഗം തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് പാരസിമ്പത്തറ്റിക് സിസ്റ്റം, സിമ്പത്തറ്റിക് സിസ്റ്റം, സൊമാറ്റിക് സിസ്റ്റം. സൊമാറ്റിക് സിസ്റ്റത്തിന്റെ എന്താണ്, നമുക്ക് ഇവിടെ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ജസ്റ്റ് മിനിറ്റ്, ചെറിയൊരു ക്ലാരിറ്റി കേട്ടോ. നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്, നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈൻ. പിന്നെ വരുന്നതാണ് PNS അല്ലെ, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിലുള്ള രണ്ടെണ്ണമാണ് സൊമാറ്റിക് സിസ്റ്റം ആൻഡ് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് ബ്രെയിനിലേക്ക് മെസ്സേജസ് എത്തിക്കാനാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ നമ്മളിൽ പേടി ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന സിസ്റ്റം സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് റേസ് ആവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് അത് കൊണ്ടുവരും. അതിനെ പിന്നീട് നോർമൽ ആക്കുന്ന സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ ദ റൈറ്റ് ആൻസർ ഇസ് സിമ്പത്തറ്റിക് സിസ്റ്റം. നെക്സ്റ്റ് ഇസ് എ ബാസ്കറ്റ്ബോൾ പ്ലെയർ ഹു ഇസ് റെഡി ടു ഷൂട്ട് എ ഫ്രീ ത്രോ and is not distracted by the sight of the crowd is demonstrating. Sensory overload ആണോ? അല്ല, കാരണം ക്വസ്റ്റ്യനിൽ എന്താണ്, is not distracted, so attention related ആണ്. സെലക്റ്റീവ് അറ്റൻഷൻ, യെസ്, ഇവിടെ ആൻസർ സെലക്റ്റീവ് അറ്റൻഷൻ ആണ്. ഇപ്പോ ഞാൻ എന്റെ ഈ ക്ലാസ് കേൾക്കുമ്പോഴും നിങ്ങളുടെ ചുറ്റും ഫാനിന്റെ ശബ്ദം ഉണ്ടാവും, വീട്ടിലെ മറ്റ് കുട്ടികളുടെയോ നിങ്ങളുടെ സിബ്ലിങ്സിന്റെയോ വീട്ടുകാരുടെയോ ശബ്ദം ഉണ്ടാവാം, റോഡിൽ കൂടെ വണ്ടി പോകുന്ന ശബ്ദം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന എന്താണ്, നിങ്ങൾ കാണിക്കുന്ന സെലക്റ്റീവ് അറ്റൻഷൻ ആണ്. ഓക്കെ, റിഹേഴ്സൽ മെമ്മറി റിലേറ്റഡ് ആണ് ആൻഡ് റിലാക്സേഷൻ ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ്. സോ ഇവിടെ റൈറ്റ് ആൻസർ സെലക്റ്റീവ് അറ്റൻഷൻ ആണ്. വാട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് the performance of those who have obtained very low test scores with those who have obtained very high test scores. Okay, ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. എന്താണ് ഒരു ടെസ്റ്റിൽ വളരെ കുറവ് മാർക്ക് സ്കോർ ചെയ്യുന്നവരെയും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരെയും വെച്ചിട്ട് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐറ്റം ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഐറ്റം റെസ്പോൺസ് തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കർവ് ആണ്. സോ അത് നമ്മൾക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഐറ്റം ബയാസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്, ആൾക്കാർ എല്ലാത്തിനും ഗെസ് ഇടാൻ സാധ്യതയുള്ള ഐറ്റംസ്, അത്തരത്തിലുള്ള ഇതാണ് ഐറ്റം ബയാസുകൾ.
അത്തരത്തിലുള്ളത് നമുക്ക് അതും ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ളത് ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സും ഡിഫിക്കൽറ്റി ഇൻഡെക്സും ആണ്. സോ ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിന്റെ ഡിഫിക്കൽറ്റി ലെവലാണ്. എത്ര മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ട്, ഒരു മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആണോ, ഈസി ലെവൽ ആണോ, മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്നുള്ള രീതിയിലാണ് ഡിഫിക്കൽറ്റി ഇൻഡെക്സ്. പിന്നെ ഉള്ളതാണ് ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ്. ഓക്കെ, അതായത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധം എത്ര പേര് ലോ സ്കോർ ചെയ്തു, എത്ര പേര് ഹൈ സ്കോർ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമ്മളൊരു കോമൺ സെൻസിൽ വായിച്ചു നോക്കുമ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക ഇവിടെ? ഇറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത്തരത്തിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ? ഏതാണ് ഉത്തരം എന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം ബാക്കി 3 ഉറപ്പല്ല, എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയും. ബാക്കി 3 ഈസിലി കട്ട് ഓഫ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ വാട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ comparing the performance of those who have obtained very low test scores with very high test scores. അത് discrimination index ആണ്. Next, imagine you are conducting an experiment to test the effects of video gaming on learning and attention. You select 4 groups A, B, C, and D. Which of the groups serves as control group in the experiment? സോ നമ്മൾ വീഡിയോ ഗെയിമിന്റെ എഫക്ട്, ലേണിംഗിൽ എഫക്ട് നോക്കാൻ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. 4 ഗ്രൂപ്പ് ഉണ്ട്, A, B, C and D. ഓരോ ഗ്രൂപ്പിനും ഡിഫറെന്റ് hours ഓഫ് വീഡിയോ ഗെയിമിംഗ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഏത് ഗ്രൂപ്പാണ് കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുക? ഒരു എക്സ്പെരിമെന്റിൽ കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് ഉണ്ടാവും, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. എക്സ്പെരിമെന്റ് ഗ്രൂപ്പിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയാം. സോ ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാത്ത ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ദാറ്റ് ഇസ് ഗ്രൂപ്പ് എ, നോ വീഡിയോ ഗെയിമിംഗ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓപ്ഷൻ ഇവിടെ നേരെ പോയി എ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഗ്രൂപ്പ് എ, നോ വീഡിയോ ഗെയിമിംഗ് എന്നത് ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ വരുമ്പോൾ അത് 4th ഓപ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, 4th ഓപ്ഷൻ ഇന്ത്യ ആൻസർ ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. വെറുതെ അറിയുന്നതിൽ മാർക്ക് നമ്മൾ വെറുതെ കൊണ്ട് കളയരുതല്ലോ. ഓക്കെ, നോ കൺഫ്യൂഷൻസ്, ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് unlike the standard Binet, the Wechsler test provides. സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റിൽ ഇല്ലാത്തതും എന്നാൽ വെഷ്ലർ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ്? ദാറ്റ് ഇസ് സെപ്പറേറ്റ് വെർബൽ ആൻഡ് പെർഫോമൻസ് സ്കോർസ് ആണ് കേട്ടോ. വെഷ്ലർ നമുക്കറിയാം 11 ടെസ്റ്റ് ആണുള്ളത്, 6 വെർബൽ ടെസ്റ്റും 5 പെർഫോമൻസ് ടെസ്റ്റും ആണുള്ളത്. സോ നമുക്ക് സെപ്പറേറ്റ് വെർബൽ സ്കോറും പെർഫോമൻസ് സ്കോറും കിട്ടും. ഓക്കെ, സോ അതൊന്ന് നിങ്ങൾ എല്ലാ മേജർ ആയിട്ടുള്ള IQ ഇന്റലിജൻസ് ടെസ്റ്റുകളുടെ സ്കോറിംഗിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ, വളരെ ഡെപ്തിൽ പോകണം എന്നില്ല, ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കുക. സെപ്പറേറ്റ് വെർബൽ ആൻഡ് പെർഫോമൻസ് സ്കോർസ്. നെക്സ്റ്റ് ഇസ് എ പേഷ്യന്റ് who fails to set firm limits on age appropriate behavior required for a young child would be using which parenting style? Okay, ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രായം അനുസരിച്ച് കൃത്യമായ ബൗണ്ടറീസ് വെക്കാത്ത ഒരു പാരന്റ് ഏത് പാരന്റിങ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്? അത്തോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിറ്റ്ലർ ഒരു അത്തോറിറ്റേറിയൻ ആയിരുന്നു. വാട്ട് ഇസ് ഇറ്റ്? അതായത് ഭയങ്കര സ്ട്രിക്റ്റും വളരെ കുട്ടികളെ ഭയങ്കര കൺട്രോൾഡും ഹൈലി ഡിമാൻഡും. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു അത്തോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്നേഹവും പെർമിഷനും ഡിമാൻഡും എല്ലാം ഒരു ഒപ്റ്റിമം ലെവലിലായിരിക്കും. അതായത് ഒരു കുട്ടിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും. ആൻഡ് അത്തോറിറ്റേറ്റീവ് പാരന്റിംഗ് ആണ് ബെസ്റ്റ് പാരന്റിംഗ് സ്റ്റൈൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കമ്മിങ് ടു തേർഡ് സ്റ്റൈൽ, പെർമിസീവ്, ഓവർ ആയിട്ട് പെർമിഷൻസ് കൊടുക്കുക. സോ ഇവിടെ ആൻസർ വരിക അതാണ്. കാരണം കൃത്യമായ ബൗണ്ടറീസ് വെക്കാതെ ഇരിക്കുക, കൃത്യമായ ലിമിറ്റേഷൻസ് വെക്കാതെ ഇരിക്കുക. ഓക്കെ, സോ ഡയാന ബോംബ്രിന്ന് കൊടുത്തിരിക്കുന്ന 3 പാരന്റിംഗ് സ്റ്റൈലിൽ വരുന്നതാണ് അത്തോറിറ്റേറിയൻ, അത്തോറിറ്റേറ്റീവ്, പെർമിസീവ്. ഡിസിപ്ലിനേറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ സൈക്കോളജിയിൽ പറയാറില്ല, പക്ഷെ ഓവർ ഡിസിപ്ലിൻഡ് ആയ ഒരു പാരന്റിംഗ് സ്റ്റൈലിനെ നമ്മൾ ഡിസിപ്ലിനേറിയൻ എന്ന് പറയും. സോ ദ റൈറ്റ് ആൻസർ ഇസ് പെർമിസീവ്. ആസ് എ സയൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് സൈക്കോളജി യൂസ് ആസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? സൈക്കോളജിയിൽ നമ്മളിപ്പോ ഓരോ തിയറീസ് പറയുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പെരിമെന്റ്സ് നടത്തി അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? കോമൺ സെൻസ് ആണോ? നമ്മൾ വെറുതെ നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണോ? അല്ല. സോ ദാറ്റ് ക്യാൻ ബി ഡിലീറ്റഡ്. Systematically collected data, yes, it can be. Informal observation of the world around, അതും ആവാൻ സാധ്യതയില്ല. So eliminated.
ലേ പേഴ്സൺസ് ഒപ്പീനിയൻസ് അതും അല്ല. സോ ഇവിടെ എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ത്രൂ സർവേ, ഇന്റർവ്യൂ, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ, എന്തായാലും കളക്റ്റഡ് ഡാറ്റയാണ്. സോ സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ഡാറ്റ ഇസ് ദ റൈറ്റ് ആൻസർ. അഗെയിൻ മാച്ച് ദ ഫോളോയിങ്. ഇവിടെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റും അതിന്റെ എക്സാമ്പിൾസും ആണ് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്. കമ്മിങ് ടു നോമിനൽ. നോമിനൽ എന്ന് പറഞ്ഞാൽ എൻ ഫോർ നോമിനൽ, അതുപോലെ നെയിമിംഗ്. നോമിനൽ വെച്ച് നമുക്ക് നെയിമിംഗ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. ഓർഡിനൽ നമുക്ക് ഓർഡറിലാക്കാൻ പറ്റും, ദാറ്റ് ഇസ് റാങ്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഇന്റർവെൽ. ഇന്റർവെൽ സ്കെയിൽ ഇപ്പൊ 0, 1, 2 നമ്മുടെ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന റൂളർ സ്കെയിൽ ഇല്ലേ അതിലൊക്കെ ഉള്ളതുപോലെ. നെക്സ്റ്റ് ഇസ് റേഷ്യോ. ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്കെയിൽ, ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. നമ്മൾക്ക് എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റിയത് റേഷ്യോയിലാണ്. ഇതിന്റെ ജസ്റ്റ് തൊട്ട് താഴെയാണ് കേട്ടോ ഇന്റർവെൽ. നമ്മുടെ സൈക്കോളജിയിൽ അധിക സ്കെയിൽസും ഇന്റർവെൽ ആൻഡ് റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ. ഐ വിൽ ഗിവ് യു എ മിനിറ്റ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയി നിങ്ങൾക്ക് തോന്നാം. സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഓരോ സ്കെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ളത് ഇന്റർവെൽ സ്കെയിലിന് ആർബിട്രറി 0 ആണ്. ആർബിട്രറി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് എന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് 0 അല്ല. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾസിൽ 4th ഓപ്ഷൻ നോക്കുക. മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ എ സെന്റിഗ്രേഡ് സ്കെയിൽ. ഇപ്പൊ നമ്മൾ ഇന്ന് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറഞ്ഞാൽ അന്ന് ടെമ്പറേച്ചർ ഇല്ല എന്നല്ലല്ലോ. 0 ഡിഗ്രി എന്ന് പറയുമ്പോഴും ടെമ്പറേച്ചർ എക്സിസ്റ്റിംഗ് അല്ലേ. സോ അതാണ് ആർബിട്രറി 0. ഇനി റേഷ്യോ സ്കെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് 0 അഥവാ ട്രൂ 0 പോയിന്റ് ഉണ്ട് എന്നാണ്. അപ്പൊ മെഷർമെന്റ് ഓഫ് വെയിറ്റ് 0 ആണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കറക്റ്റ് വെയിറ്റ് ഇല്ല എന്നല്ലേ. നമ്മൾ 0 ഡിഗ്രി ആണ് ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. സോ സിയും ഡിയും മാച്ച് ചെയ്യാൻ സാധിച്ചാൽ ബാക്കി രണ്ടും ഈസി ആയിട്ട് പറ്റും. ഇവിടെ നമുക്ക് സിയുടെ ആൻസർ 4 ആണ്, ഡിയുടെ ഓപ്ഷൻ 3 ആണ് എന്ന് കിട്ടി. സോ അങ്ങനെ വരുന്നത് ഓപ്ഷൻ 2 ആണ്. എ ഇസ് ദാറ്റ് ഇസ് നോമിനൽ ഇസ് മാച്ച്ഡ് വിത്ത് ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പ്സ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. നമ്മുടെ ICD-യിലും DSM-ലൊക്കെ മെന്റൽ ഡിസോർഡേഴ്സിന് ഒരു ഡയഗ്നോസ്റ്റിക് ഗ്രൂപ്പ് ആയി തിരിച്ചിട്ടുണ്ട്. അത് എന്താണ്? നെയിമിംഗ് പർപ്പസ്. ഓക്കെ. ദെൻ ഓർഡിനൽ എന്താണ്? ഡിവിഷൻ ഓഫ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് ദർ എക്കണോമിക് സ്റ്റാറ്റസ്. അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ച് നമുക്ക് കുട്ടികളെ ഓർഡർ ചെയ്യാൻ പറ്റില്ലേ? ഓർഡിനൽ വേഗം മാച്ച് ചെയ്യാൻ പറ്റിയാലും നമുക്കിത് വേഗം സോർട്ട് ഔട്ട് ചെയ്യാം. കാരണം B1 വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. ഓക്കെ. സോ ഓപ്ഷൻ 2 is the right answer. So that's it for now. For further details of CUET PG coaching, contact the number above. Thank you.